പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ അമ്മ ചില സമയത്തൊക്കെ അച്ഛൻ ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അമ്മയോട് പറയും, അമ്മ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ പറയാം. അപ്പൊ അമ്മ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുക. പക്ഷെ അത് ദമ്മാണ്, ദം സ്റ്റൈലിൽ ഉണ്ടാക്കും. ഒറ്റ കുക്കറിലായിരിക്കും ചിക്കന്റെ മസാലയും ചിക്കൻ വറുക്കലും എല്ലാ സാധനവും റൈസൊക്കെ ഒറ്റ കുക്കറിൽ തന്നെ പെട്ടെന്നൊരു ദം ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതുണ്ടാക്കാം, ഞാച്ചത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന്. നിങ്ങൾക്ക് അറിയായിരിക്കും ഉണ്ടാക്കാൻ, പക്ഷെ ഞങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഒരു ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. കുക്കറിലാണ് നമ്മൾ എല്ലാ സാധനവും ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ വറുക്കണം കേട്ടോ. അതിനുള്ള എണ്ണ ഒഴിക്കാം. നമ്മൾ കുക്കർ ബിരിയാണി അല്ല വെക്കുന്നത്, ദം ബിരിയാണിയാണ്. പക്ഷെ ഒറ്റ കുക്കറിലാണ് നമ്മൾ എല്ലാ സാധനവും ശരിയാക്കുന്നത്. ഇതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ചിക്കൻ ഇടാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വല്ലാണ്ട് ഫ്രൈ ആക്കിയിട്ടില്ല, ഇതിൽ കിടന്ന് ആയി. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടാം. ആദ്യം ഇതിടാം കേട്ടോ. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പച്ചമുളക് ഇതിലേക്ക് അരച്ചിടാം. ഇത് മൂന്നും കൂടി ചതച്ചതാണ്. ഗാർലിക് ഇട്ടു, അതുപോലെ ഗ്രീൻ ചില്ലി ഇട്ടു, പിന്നെ ജിഞ്ചർ, പിന്നെ ജീരകം, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ചതച്ചതാണ്. അതിട്ട് കുറച്ച് ഇത് ചെറുതായിട്ട് പച്ചമണം മാറിയിട്ട് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് നേരെ സവാള ഇടാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇട്ടിട്ടുണ്ട്. നല്ല പോലെ വാടണം, ബ്രൗൺ കളറാവുന്ന വരെ വാടണം. അതിട്ടാണ് നമ്മുടെ ഉള്ളി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. അല്ലേ, തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ തക്കാളി ഉള്ളി നല്ല പോലെ വാടണം. ഇത് നമുക്ക് മസാലാസ് ഒക്കെ ഇടണം. മുളക് പൊടി, ഈ ബ്ലാക്ക് കളറ് മറ്റേ ചിക്കൻ ഇതായപ്പോഴുള്ള മസാല പിടിച്ചതാട്ടോ. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട്, ഇനി നമുക്ക് മല്ലിപ്പൊടി 2 സ്പൂണും മുളക് പൊടി 1 സ്പൂണും ഇട്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടി. നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ടു കേട്ടോ. മല്ലിച്ചപ്പിട കുറച്ച്. നമ്മുടെ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് ചോറിന്റെ പരിപാടി നടത്താം. നമ്മൾ അതേ ചട്ടിയിൽ അതേ പാനിൽ നമ്മൾ ചിക്കൻ്റെ മസാല മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അരിക്കനുസരിച്ച്, ഞങ്ങൾ 1 കിലോ അരി എടുക്കുന്നത്, അപ്പോൾ 1 കിലോ അരിക്കനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഇനി നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇത് 3 ഇടാം. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് മറിയുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരി ഇടാം. ഇവിടെ ചോറ് കൂട്ടി വെച്ച് ഇങ്ങനെ വേവിക്കുക കേട്ടോ. ചോറ് ഇത്രയായി. ഇനിയാണ് നമ്മുടെ ടെക്നിക്ക് ഉള്ളത്. ഇതിലേക്ക് ഇതാണല്ലോ നമ്മുടെ ചോറ്. ഇതിൻ്റെ നമ്മൾ കുറച്ച് ചോറ് നമുക്ക് മാറ്റി കുറച്ച് ചോറ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി നമ്മൾ ഈ കുഴിയാക്കി ഒരു കുഴി പോലെ സെൻറ്ററിലാക്കുക. എന്നിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊട്ടുക. ഓക്കെ, എന്നിട്ട് ഈ ചോറ് ഇട്ടിട്ട് ഇതിലൊന്ന് പൊതിയുക. ഓക്കെ, നമ്മുടെ ചോറ് ഇതിലേക്ക് ആയതിനു ശേഷം നമുക്കിനി 1 സ്പൂണ് നെയ്യ് ഇതിന് മേലെ കൂടെ ഇങ്ങനെ തങ്ങി കിടക്കുക. എന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇതിലിടാം.
എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഫൈനലി നമ്മുടെ ചോറ് റെഡി. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി നോക്കിയിരുന്നു. ചോറ് എല്ലാതും വെന്തു. മസാല ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല കുത്തി ഇളക്കുക. വേഗം ഉണ്ടാക്കി തീരും. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത്. ഇത് ദം ബിരിയാണിമാരി ഉണ്ടാവും, പക്ഷെ നമ്മൾ കുക്കറിൻ്റെ ടൈപ്പിലാണ് ഉണ്ടാക്കിയത്. ചൂട് വന്നിട്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. നിങ്ങൾക്കത് നമ്മുടേത് കുക്കർ ബിരിയാണി അല്ല, പക്ഷെ ദമ്മ് ഒറ്റ കുക്കറിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ കാണിച്ചത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ദമ്മ് ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് കിട്ടും.